ഹലോ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ നമുക്കൊരു വെബ് പേജിൽ ലേഔട്ട് സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് അതിന് ഏതാണ്ട് ലേഔട്ടൊക്കെ സെറ്റ് ചെയ്ത് നമ്മളതവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ വെബ് പേജിലേക്ക് പല കാര്യങ്ങളും ചേർത്ത് കൊടുത്തു. അത് എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു, അതിൽ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത് ഒരു ഹെഡർ ചേർത്ത് കൊടുത്തു. അതിൻ്റെ താഴെ നമ്മൾ ഒരു നാവിഗേഷൻ ബാർ ചേർത്ത് കൊടുത്തു. അതിൽ നമ്മൾ കുറച്ച് ലിങ്ക് കൂടി ചേർത്ത് കൊടുത്തു. അടുത്തതായി നമ്മുടെ വെബ് പേജിൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഓപ്ഷനാണ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ സെക്ഷൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഈ നാവിഗേഷൻ ബാർ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ വന്ന് സെക്ഷൻ എന്ന ഭാഗം ചേർത്ത് കൊടുക്കുക. ഓക്കെ, സെക്ഷന് നമുക്കൊരു കുറച്ച് CSSകളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റൈൽ എന്ന ഭാഗത്ത് പോയിട്ട് നമ്മൾ സെക്ഷൻ എന്ന ടാഗ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണോ CSS കോഡുകൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ യെല്ലോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള കളർ നമുക്ക് എന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ അടുത്ത് ഞാൻ ഇതിന്റെ വിഡ്ത്താണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിഡ്ത്ത് നമുക്ക് എത്ര ശതമാനമാണോ വിഡ്ത്ത് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 100% വിഡ്ത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബോർഡർ ആണ്. അപ്പോൾ നമുക്കിതിലേക്ക് ബോർഡർ ഏതൊക്കെ രൂപത്തിലാണ് ബോർഡർ വേണ്ടത് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബോർഡർ ആദ്യം തന്നെ ഞാൻ ബോർഡറിന്റെ പിക്സൽ എത്രയാണെന്ന് ചേർത്ത് കൊടുക്കുന്നു. ഞാൻ 1 പിക്സൽ ബോർഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് ടൈപ്പ് എന്നുള്ളത് സോളിഡ് ഞാൻ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നമുക്ക് ഇതിനൊരു കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ ബ്ലാക്ക് എന്ന കളറും ഇതിന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഈ സെക്ഷൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ ചേർത്ത് കൊടുക്കാം. ഈ സെക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ H2 എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്താണോ ഇതിൻ്റെ സെക്ഷൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്താണോ ഹെഡിങ് വേണ്ടത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ വന്ന് വെൽക്കം ടു HTML അല്ലെങ്കിൽ IT ട്യൂട്ടോറിയൽ എന്താണോ നമുക്കിത് സെക്ഷൻ്റെ ഉള്ളിലേക്കായിട്ട് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ട്യൂട്ടോറിയൽസ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇത് ഞാനൊന്ന് സേവ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ പേജ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ കൊടുത്ത സെക്ഷന് നമുക്ക് ഈ രൂപത്തിൽ കാണിച്ചു തരും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ അതിന് ബോർഡർ കൊടുത്തൊരു ബോർഡർ വന്നിട്ടുണ്ടാവും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ കളർ വന്നിട്ടുണ്ടാവും. നമ്മൾ അതിൽ കൊടുത്ത ടൈറ്റിലും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, സെക്ഷന് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ്റെ ഉള്ളിൽ നമുക്ക് മറ്റൊരു ഭാഗമായിട്ട് ആർട്ടിക്കിൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സെക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കൊടുത്ത ടെക്സ്റ്റ് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഈ സെക്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ആർട്ടിക്കിൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിളിൻ്റെ ടാഗായ ആർട്ടിക്കിൾ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് HTML5 വേർഷനിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ആർട്ടിക്കിളിന് എന്തൊക്കെയാണോ നമുക്ക് CSS കോഡുകൾ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് സാധാരണ കൊടുക്കുന്ന രൂപത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ടാഗ് എന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ആർട്ടിക്കിൾ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിനാവശ്യമായിട്ടുള്ള CSS കോഡുകൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ആർട്ടിക്കിളിന് ആവശ്യമായിട്ടുള്ള CSS കോഡ് വിഡ്ത്ത് 100% തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആർട്ടിക്കിളിന് നമ്മൾ വിഡ്ത്ത് 100% ചേർത്ത് കൊടുത്തു. ആർട്ടിക്കിളിന്റെ വിഡ്ത്ത് നമ്മൾ 100% ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇതിന് ബോർഡർ നമുക്ക് ചേർത്ത് കൊടുക്കും. ബോർഡർ നമുക്ക് 2 പിക്സൽ ചേർത്ത് കൊടുക്കാം. അതായത് അതിൻ്റെ ബോർഡറിൻ്റെ തിക്നെസ് ആണ് നമ്മളിവിടെ 2 പിക്സൽ ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ അത് നമുക്ക് സോളിഡ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അതായത് അതിൻ്റെ സ്റ്റൈല് നമ്മൾ സോളിഡ് എന്ന് ചേർത്ത് കൊടുത്തു. പിന്നീട് അതിന് നമുക്ക് ബ്ലാക്ക് കളറും ചേർത്ത് കൊടുത്തു. ഇഷ്ടമുള്ള കളർ എന്താണെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. ബ്ലാക്ക് കളർ ചേർത്ത് കൊടുത്തു. ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ഒരു ഗ്രേ കളറാണ് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ ആർട്ടിക്കിളിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ആർട്ടിക്കിളിൻ്റെ ഉള്ളിൽ ഒരു H2 എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ടൈറ്റിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്താണോ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ P എന്ന ടാഗ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താണോ നമുക്ക് ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാറുണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആയിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത് നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആർട്ടിക്കിളിൻ്റെ ഉള്ളിൽ
നമുക്ക് ഈ രൂപത്തിലായിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇത് നമ്മൾ ആർട്ടിക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരു ബോർഡറായിട്ട് സെക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ആർട്ടിക്കിളായി ചേർത്ത് കൊടുത്തത് കൊണ്ടാണ്. ഇനി ഈ സെക്ഷൻ്റെ പുറത്തായിട്ടാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഞാനത് തൽക്കാലം സെക്ഷൻ്റെ പുറത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെക്ഷൻ അവിടെ ഫ്രീ ആയിട്ട് ഈ സെക്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു H2 എന്നുള്ളൊരു ടാഗ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ T സെക്ഷൻ എന്നും ഞാനിതിന് ഹെഡിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോയ്സാണ്, നമുക്ക് ഇഷ്ടമല്ല എന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സെക്ഷന് മുകളിലും ഉണ്ട്, അതിൻ്റെ താഴെ നമ്മൾ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ, അതിനുശേഷം അതിൻ്റെ ടെക്സ്റ്റ് എന്താണോ അത് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയയും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എസൈഡ്, അതായത് നമുക്കിതിൻ്റെ ഒരു സൈഡ് ബാർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സെക്ഷൻ്റെ താഴെയായിട്ട് നമ്മളിവിടെ വന്ന് അസൈഡ് എന്നൊരു ഭാഗം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിനാവശ്യമായിട്ടുള്ള CSS നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതിൻ്റെ താഴ്ഭാഗത്തായിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ആ സൈഡ് എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായുള്ള CSS കോഡ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതിന് ഒരു ഹോട്ട് പിക്ക് എന്നൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഇതിനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തു. അടുത്തതായി നമുക്കിതിനെ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളിതിന് ചേർത്ത് കൊടുക്കുന്നത്, വേറെ ഒന്നും നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി ഈ സൈഡിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ വന്ന് H2 എന്നതിന് ശേഷം ഞാനിവിടെ സൈഡ് ബാർ ഇൻഫർമേഷനോ എന്താണോ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇൻഫർമേഷൻ എന്ന് ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ താഴെ നമുക്ക് പാരഗ്രാഫിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ടെക്സ്റ്റ് ഇയർ എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ പേജ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കൊടുത്ത സെക്ഷൻ അത് ഈ രൂപത്തിലായിട്ട് നമുക്കിവിടെ കാണിച്ചു തരും. അത് ഏത് ഭാഗത്തേക്കാണോ വേണ്ടത് അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് CSS കോഡ് വെച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്തേക്കാണോ വേണ്ടത് അതിനനുസരിച്ച് നീക്കാം. ഇപ്പോൾ നമ്മളെല്ലാം ഒരു വെബ് പേജിലായിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അടുത്തതായി നമുക്കിതിൻ്റെ ലാസ്റ്റ് വരുന്നതാണ് ഫൂട്ടർ. അപ്പോൾ നമ്മളിവിടെ വന്ന് ഫൂട്ടറിൻ്റെ ടാഗായ ഫൂട്ടർ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള CSSഉം നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ വന്ന് ഫൂട്ടർ എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതിലേക്ക് ആവശ്യമായിട്ടുള്ള CSS കോഡുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനൊരു കളർ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിതിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. വിഡ്ത്ത് ഞാൻ 100% വിഡ്ത്ത് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് അലൈൻ സെൻറ്ററൊന്നും ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് സെൻറ്ററിലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് അലൈൻ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ വന്ന് നമുക്ക് ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ H4ൻ്റെ ഉള്ളിലായിട്ട് ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൈറ്റ് ക്രിയേറ്റഡ് ബൈ എന്താണോ നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഈ പേജ് ഒന്ന് റൺ ചെയ്ത് കൊടുത്താൽ നമ്മൾ ഏറ്റവും താഴെ നമ്മൾ കൊടുത്ത ഫൂട്ടർ എന്താണോ അതും നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടോ ഓർഡറിലോ ഒന്നും അല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്താണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ഓരോന്ന് എങ്ങനെ എവിടേക്ക് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്ന ഭാഗം മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിലെ ഓരോ കാര്യങ്ങളും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മളിവിടെ കൊടുത്താണ് ഹെഡർ, രണ്ടാമത് കൊടുത്താണ് നാവിഗേഷൻ ബാർ, മൂന്നാമത് കൊടുത്താണ് സെക്ഷന്, നാലാമത് കൊടുത്തതാണ് ആർട്ടിക്കിൾ, അഞ്ചാമത് കൊടുത്താണ് സൈഡ്, ആറാമത് കൊടുത്താണ് ഫൂഡർ. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് ഈ വെബ് പേജിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നു എന്നതും അതിനെങ്ങനെ CSS കോഡ് ചേർത്ത് കൊടുക്കാം എന്നുമാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, ഇത്രയാണ് ഒരു വെബ് സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട പല കാര്യങ്ങളും. ഇത് നമ്മൾ ഒന്നുകൂടി CSS കോഡുകളും പെർഫെക്റ്റ് ആയിട്ട് ഓർഡറിലായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടൊരു പെർഫോമൻസ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കോഡ് നിങ്ങൾ പഠിച്ചത് ഈ രൂപത്തിൽ നിങ്ങൾ ചേർത്ത് കൊടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.